മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഗോഷ്ടിയൊക്കെ കാണിച്ച് നിൽക്കുന്നത് എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചാൽ ഇന്നൊരു സഞ്ചാനി ഉണ്ട്. നമ്മുടെ സച്ചുവിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അമ്മൂമ്മ മരിച്ചു. അപ്പോൾ അതിൻ്റെ സഞ്ചാനിയാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ പോകാനായിട്ട് ഞാനും അമ്മയും വേദക്കുട്ടിയൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഡെയിലി വ്ലോഗാകുമ്പോൾ കണ്ടൻറ്റ് കുറയും, അപ്പോഴാണ് വിശേഷം കുറയുന്നത്. എന്നും സ്ഥിരം കണ്ടൻറ്റ് ആവുന്നതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ. ദിവസം വീട്ടിലെ വിശേഷം കാണിക്കാമെന്ന് കരുതിയിട്ടാണ് എന്നും കാണിക്കുന്നത്. ചിലർക്കൊക്കെ അത് ഇഷ്ടമുണ്ട്, ചിലർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ കാണണ്ട, ഇഷ്ടമുള്ളവർ കണ്ടന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സഞ്ജാനി വീട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷമൊന്നും കാണിക്കുന്നില്ല. ഞങ്ങൾ സഞ്ജാനെല്ലാം കൂടിയിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന ശേഷം പപ്പിയെ സോപ്പൊക്കെ തേച്ച് അങ്ങനെ കുളിപ്പിച്ച് നിർത്തിയേക്കുക കേട്ടോ. നമ്മുടെ ശരവണനുണ്ടല്ലോ, അവൻ ഫ്രണ്ടിൽ കിടന്നിട്ട് അവൻ്റെ ദേഹം ഫുൾ ചെള്ളാട്ടോ. അപ്പോൾ അത് നമ്മുടെ പപ്പിയുടെ ദേഹത്തും വരുന്നുണ്ട്, അല്ലെങ്കിൽ പപ്പിയുടെ ദേഹത്ത് അങ്ങനെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ സോപ്പ് തേച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇട്ടേക്കും. അപ്പോൾ പപ്പിയുടെ ദേഹത്ത് നിന്ന് അങ്ങ് പോകും കേട്ടോ. അങ്ങനെ അവനെ കുളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കാണാൻ, സോപ്പ് തേച്ച് നിർത്തിയിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നോട് ദേഷ്യപ്പെടുക കേട്ടോ. അവന് ഒന്നാമത് വെള്ളത്തിൽ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ സോപ്പൊക്കെ തേച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് ഫുൾ റെസ്റ്റ് വേണം, എനിക്കൊന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല, ബിരിയാണി എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ സ്വിഗ്ഗി വഴി ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്വിഗ്ഗി എത്താറായി. അങ്ങനെ സ്വിഗ്ഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പുറത്തിറങ്ങാതെ നിൽക്കുന്നത് നമ്മുടെ ശരവണം പുറത്തുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ശരവണന് ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് ഏറ്റെടുക്കുക കേട്ടോ. കാരണം നമ്മളിവിടെ ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പോകുന്നില്ല. ഒരുപാട് പേര് ചോദിച്ചു ഞങ്ങൾക്കെങ്കിൽ പിന്നെ അതിനെ ഏറ്റെടുത്തുകൂടെയെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഒന്നാമത് സ്ഥല പരിമിതികളുണ്ട്. നമുക്കൊരു പപ്പിയുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും നമ്മൾ ഏറ്റെടുത്താനും. പക്ഷെ നമുക്കൊരു പപ്പിയുണ്ട്, സ്ഥല പരിമിതികളുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ആ പട്ടിയെ കൂടെ നോക്കാനുള്ളൊരു സാഹചര്യം തൽക്കാലമില്ല. അപ്പോൾ ആഹാരം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ പപ്പി പോകുന്നില്ല കേട്ടോ, ശരവണം പോകുന്നില്ല. അപ്പോൾ അത് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. അത് ആൾക്കാരൊക്കെ പോകുമ്പോൾ കളിക്കുന്നതാണ്, അവരുടെയൊക്കെ കാലിലൊക്കെ ഒന്ന് ഇങ്ങനെ ചെന്ന് കടിക്കുമ്പോഴൊക്കെ കളിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്തു. ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാതെ നിങ്ങളുടെ പേരിലായിരിക്കും കംപ്ലയിൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കൊണ്ടെങ്കിലും കളയാനും മനസ്സ് വരുന്നില്ല. ആഹാരം നിങ്ങൾ ആഹാരമൊന്നും കൊടുക്കരുതെന്നൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നവർ പറഞ്ഞു. പക്ഷേ ആ പാവം പട്ടിക്ക് നമുക്കങ്ങനെ ആഹാരം കൊടുക്കാതിരിക്കാനും തോന്നുന്നില്ല. അത് ശീലമായിപ്പോയി, ഇവിടുന്ന് കഴിച്ചത് ശീലമായിപ്പോയി. ഇനി വേറൊരിടത്തും പോയത് കഴിക്കത്തൂല കേട്ടോ. അപ്പം നമ്മുടെ ഈ ശരവണൻ്റെ കാര്യം ആകെ കഷ്ടത്തിലാണ്. അപ്പോൾ ആർക്കെങ്കിലും നല്ല ബ്രീഡാട്ടോ, ഏതോ മറ്റേ ബീഗലിൻ്റെ എന്തോ ക്രോസാണെന്നാണ് കണ്ടവർ പറഞ്ഞത്, ഈ പട്ടിയൊക്കെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ ആർക്കെങ്കിലും നമ്മുടെ ഈ ശരവണനെ ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ നെട്ടയം ARR സ്കൂളിന് മുന്നേ വരിക. ഹൗസ് നമ്പർ A62 PRA A62 ശ്രീലക. അതിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ശരവണൻ. അപ്പോൾ ശരി, നമുക്ക് മാറ്ററിലേക്ക് വരാം. നമ്മുടെ ബിരിയാണി എല്ലാം വാങ്ങി നമ്മുടെ ഡം സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്നാണ് വാങ്ങിയത്. ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്നൊരു ബിരിയാണി വാങ്ങി നോക്കിയിട്ട് പറയണം എന്നുള്ളത്. കടയിൽ നിന്ന് ആരുമല്ല, പുറത്ത് കഴിച്ചവരാരോ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഡം സ്റ്റോറീസിലെ ബിരിയാണി നല്ലതാണ്, ഒന്ന് ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറയണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ കരുതി എന്തായാലും ഇപ്രാവശ്യം ഡം സ്റ്റോറീസിൽ നിന്ന് തന്നെ വാങ്ങാമെന്ന് കരുതി. അങ്ങനെ 4 ചിക്കൻ ബിരിയാണി വാങ്ങി. അപ്പോൾ അച്ഛനും മട്ടനാട്ടോ കൂടുതൽ ഇഷ്ടം. അങ്ങനെ മട്ടൻ വാങ്ങട്ടെ എന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് വേണ്ട, മട്ടനൊക്കെ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ചിക്കൻ മതി എന്ന് പറഞ്ഞ്. ചിക്കൻ അച്ഛൻ പീസ് കഴിക്കത്തില്ല കേട്ടോ, അത് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അച്ഛനത് ഇതേ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനെന്താ ഈ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തണുപ്പായതുകൊണ്ടൊന്നുമല്ല, ഞാൻ വീട്ടിൽ കിടന്ന നൈറ്റ് ഡ്രസ്സ് ആട്ടോ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര വൃത്തിയാണ്. അതുകൊണ്ട് ഞാനൊരു കോട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ വേറെ ഷ്രഗൊന്നും കണ്ടില്ല. അച്ഛൻ്റെ ഷർട്ട് നോക്കിയപ്പോൾ ഭയങ്കര വലുത്, അപ്പോഴാണ് ഒരു സ്വെറ്റർ അവിടെ കിടക്കുന്നുണ്ട്, പിന്നെ അതിനെടുത്തിട്ടത് കേട്ടോ. അങ്ങനെ എന്തായാലും ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അവരുടെ ഒരു പിക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ, അത് ബീട്രൂട്ട് പിക്കിളാണ്. ആദ്യം ഞങ്ങൾക്ക് ഇത് ലെമണും ഡേറ്റ്സും കൂടെയുള്ള പിക്കിളാണെന്ന്, പക്ഷേ ബീട്രൂട്ട് പിക്കിളായിരുന്നു. ഭയങ്കര ടേസ്റ്റ്. എനിക്ക് സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ മറ്റേ നാരങ്ങച്ചാറൊക്കെയാണ് കിട്ടുന്നത്, മറ്റേ ബോട്ടിലുള്ള നാരങ്ങച്ചാറൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നല്ലൊരു പിക്കിളായിരുന്നു. ബീട്രൂട്ടും ഡേറ്റ്സും ഉണ്ടോയെന്ന് അറിയില്ല, ബീട്രൂട്ട് ഉണ്ടായിരുന്നു. നല്ല പിക്കിളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. റൈസും അടിപൊളിയായിരുന്നു. പക്ഷേ ആ റൈസിൽ മസാല ഒട്ടുമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിക്കൻ്റെ ബിരിയാണിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു, പക്ഷേ മസാല ഒട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ മസാലയൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്, പക്ഷേ ഒട്ടും ഉണ്ടായിരുന്നില്ല. വെറും റൈസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി നല്ല ടേസ്റ്റായിരുന്നു, മസാല ഇല്ല എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. ആ പിക്കിൾ ചോറിൽ വിരവിയപ്പോഴാണ് മനസ്സിലായത് ബീട്രൂട്ടാണെന്ന് കേട്ടോ. അച്ഛൻ്റെ ചിക്കൻ പീസ് മാറ്റി വെച്ചിരിക്കുകയാണ്, ഒരു പീസ് എനിക്ക്, ഒരു പീസ് വേറെയൊക്കെയായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചോറിൽ പിക്കിൾ വിരവിയപ്പോഴാണ്, അത് റെഡ് കളറിൽ വന്നപ്പോഴാണ് ബീട്രൂട്ട് പിക്കിളാണെന്നുള്ളത് മനസ്സിലായി കേട്ടോ. ഞാൻ അങ്ങനെ പിക്കിൾ കൂട്ടി ബിരിയാണി കഴിക്കുന്നതല്ല, പക്ഷേ ഈ പിക്കിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
സാലഡും ആവറേജ് ആയിരുന്നു. ഓക്കെ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബിരിയാണി കൊള്ളും, സൂപ്പർ നൈസായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. റൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ചിക്കൻ 2 പീസ് ഉണ്ടായിരുന്നു. 227 ആട്ടോ ചിക്കൻ ബിരിയാണിയുടെ റേറ്റ്. കൊള്ളായിരുന്നു. അപ്പോൾ അടുത്ത് എനിക്ക് വേദയാണ് ആദ്യം വീഡിയോ എടുത്ത് തന്നത്. ഞാൻ കാരണം വേദ കഴിച്ചിട്ട് വീഡിയോ എടുക്കാൻ നിന്ന ഒന്ന് ടേസ്റ്റെങ്കിലും നോക്കിയിട്ട് വീഡിയോ എടുക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ പിന്നെ വേദയ്ക്കൊരു ശല്യമാണ്. അപ്പോൾ വേദ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് തന്നിട്ട് കഴിക്കാം, അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടിരുന്ന് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം കൈ വാഷ് ചെയ്തിട്ട് വേദ കഴിക്കുന്ന വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ വേദയ്ക്കും ഓൾമോസ്റ്റ് ബിരിയാണി ഇഷ്ടപ്പെട്ടു. വേദയ്ക്കും എനിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മസാല കുറവായിരുന്നു എന്നുള്ള ഒറ്റൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അച്ഛൻ്റെ ചോറിൽ കുറച്ച് മസാല ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ചോറിൽ കുറച്ച് മസാല കുറവായിരുന്നു കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസ്റ്റ് ട്രൈ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും കുഴപ്പമില്ല. നല്ലൊരു ബിരിയാണിയായിരുന്നു. ട്രിവാൻഡ്രത്ത് കിട്ടുന്നതിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഡം സ്റ്റോറീസിലെ ബിരിയാണി ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഹൈലി റെക്കമെൻഡ് അല്ല, പക്ഷേ അവരുടെ പിക്കിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ വേദയും കഴിച്ച് നോക്കാണ്, വേദയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ള കേട്ടോ, ഒരു കുഞ്ഞു വിശേഷമാണ്. അപ്പോൾ അമ്മയ്ക്കൊന്ന് ഫുൾ റെസ്റ്റാണ്. രാത്രിയും എന്തെങ്കിലും വാങ്ങാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ട്. ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് ഞങ്ങളങ്ങ് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.